CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. പിതൃമോക്ഷപുണ്യവുമായി കർക്കിടക ബാവുബലി. പിതൃദോഷമകറ്റാനും പിതൃകൾക്ക് ആത്മശാന്തി ലഭിക്കാനുമായി ക്ഷേത്രങ്ങളിൽ നടന്ന ബലിയിടൽ ചടങ്ങുകൾ ഭക്തിനിർഭരം. ക്ഷേത്രങ്ങളിലും സ്നാനഘട്ടങ്ങളിലും ബലിയിടാനായി ആയിരങ്ങളെത്തി. കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിനടുത്ത് തെരുവുനായ ആക്രമണം. 3 പേർക്ക് കടിയേറ്റു. കുന്നംകുളം ഗുരുവായൂർ റോഡിൽ നിന്നും ഖാദി ബിൽഡിംഗ് വഴി പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിയിലാണ് തെരുവുനായ്ക്കൾ വിഹരിക്കുന്നത്. നഗരസഭാധികൃതർ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യം. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെ സാമൂഹിക മാധ്യമത്തിലൂടെ അധിക്ഷേപിച്ചുവെന്നാരോപിച്ച് അധ്യാപകനെതിരെ പോലീസിൽ പരാതി. ചാത്തന്നൂർ ഹൈസ്കൂളിലെ അധ്യാപകൻ KC വിപിനെതിരെ DYFI കറുകപുത്തൂർ മേഖലാ സെക്രട്ടറി TR കിഷോറാണ് ചാലിശ്ശേരി പോലീസിൽ പരാതി നൽകിയത്. ടാർ ചെയ്ത് 1 മാസത്തിനകം തകർന്ന റോഡിൽ കടലാസ് വഞ്ചികളിറക്കി യൂത്ത് കോൺഗ്രസിന്റെ വേറിട്ട പ്രതിഷേധം. ഒരുമനിയൂർ കുണ്ടുവക്കടവ് റോഡ് സഞ്ചാരയോഗ്യമാക്കുക എന്ന ആവശ്യമുന്നയിച്ച് യൂത്ത് കോൺഗ്രസ് ഒരുമനിയൂർ മണ്ഡലം കമ്മിറ്റിയാണ് വേറിട്ട പ്രതിഷേധം നടത്തിയത്. കോട്ടപ്പടി ചൂൽപ്പുറം ശ്മശാനത്തിന് സമീപം കാർ വൈദ്യുതി കാലുകളിലിടിച്ച് അപകടം. കാർ ഓടിച്ചിരുന്ന ഗുരുവായൂർ സ്വദേശി 68 വയസ്സുള്ള ഗോപിയെ കുന്നംകുളം എക്സ് പ്രവർത്തകർ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂരിൽ ദർശനത്തിനെത്തിയ ഭക്തന് തെരുവുവിളക്കിനായി എടുത്ത കുഴിയിൽ വീണ് പരിക്ക്. ഗുരുവായൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഫുട്പാത്തിനോട് ചേർന്ന് തെരുവുവിളക്ക് സ്ഥാപിക്കാനെടുത്ത കുഴിയിലാണ് കഴിഞ്ഞ ദിവസം രാത്രി ക്ഷേത്ര ദർശനത്തിനെത്തിയയാൾ വീണത്. ഗൃഹനാഥൻ മരിച്ച നിലയിൽ മരത്തങ്കോട് കിടങ്ങൂർ ഇല്ലപ്പറമ്പിൽ ബാലകൃഷ്ണനെയാണ് ബുധനാഴ്ച രാത്രി 11 മണിക്ക് വീടിനോട് ചേർന്നുള്ള പറമ്പിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി പുന്ന അയ്യപ്പ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ രാമായണം സുന്ദരകാന്ഡം പ്രഭാഷണ യജ്ഞം നടത്തി. VS അച്യുതാനന്ദന്റെ വേർപാടിൽ CPIM ചാലിശ്ശേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി അനുശോചന യോഗവും മൗനജാഥയും നടന്നു. VSന്റെ വേർപാടിൽ പുത്തൻകടപ്പുറം GF UP സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും മൗനപ്രാർത്ഥന നടത്തി. VS അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ CPIM മണലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി അനുശോചന യോഗം സംഘടിപ്പിച്ചു. ഗുരുവായൂർ LF കോളേജിലെ മൾട്ടിമീഡിയ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റുകളുടെ അസോസിയേഷൻ ഉദ്ഘാടനവും ദേശീയ ശില്പശാലയും നടത്തി. കടപ്പുറം മൂസ റോഡ് ഖാദിരിയ മസ്ജിദിൽ എല്ലാ വ്യാഴാഴ്ചയും നടത്തിവരാറുള്ള നാരിയത്ത് സ്വലാത്ത് 46-ാം വാർഷികവും അന്നദാന വിതരണവും നടന്നു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.